ഹായ് ഓർഫൻസ്, വെൽക്കം ടു LTM പൊളിറ്റിക്കൽ നോക്ക്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ അവസാനിച്ചു. അതിന്റെ പോളിംഗ് നില ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്തിമ പട്ടിക കമ്മീഷന്റെ സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിലും 73.69 75 ഇടയിലുള്ള നല്ലൊരു പോളിംഗ് ആണ് ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ, തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നടന്നത് എന്നാണ് മനസ്സിലാക്കുക. തെക്കൻ കേരളത്തിലാണെങ്കിൽ 70.91 ഇതാണ് തെക്കൻ കേരളത്തിലെ 2 ദിവസത്തെ മുന്നേ നടന്ന പോളിംഗിന്റെ. ഈ പോളിംഗ് ഈ എല്ലാ മുന്നണികളും പോളിംഗിന്റെ ഗുണം കൂടിയതിന്റെ വിജയം അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും ഇത് സാധാരണ പോളിംഗ് കൂടുന്നതിൽ ഏത് മുന്നണിക്കാണ് കൂടുതൽ ഗുണം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് നമ്മുടെ കോളേജ് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന പോലെയാണ്. ഇതിന് ഒരു വ്യക്തമായ ഉത്തരം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എങ്കിലും ഭരിക്കുന്ന ആരാണോ ഭരിക്കുന്നത് അവർക്ക് കൂടുതൽ പോളിംഗ് ഗുണം ചെയ്യില്ല എന്നും ഒരു വാദവും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിനായിരിക്കും കൂടുതൽ പോളിംഗ് അത് ഗുണം ചെയ്യുക എന്ന ഒരു വാദവും ഇതിനിടയിലുണ്ട്. ഇതൊന്നും ഒരു ന്യായീകരണമുള്ള വാദങ്ങളല്ല, ഇതൊക്കെ അവകാശവാദങ്ങളാണ്. പോളിംഗ് കൂടുന്നതിന്റെ പ്രധാന കാരണം ജനങ്ങൾ ജനാധിപത്യത്തിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ്, എല്ലാവരും വോട്ട് ചെയ്യുന്നു എന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് കൂടുന്നത് കൂടുതലും നമ്മൾ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും വ്യക്തികളും ഒക്കെയുള്ള കൂടുതൽ അടുപ്പങ്ങളൊക്കെ എന്തായാലും വോട്ട് ചെയ്യണം എന്ന ആ ഒരു നിഗമനത്തിലെത്തുകയും എവിടെ ജോലിയാണെങ്കിലും അതെല്ലാം ലീവ് എടുത്ത് വന്നു, അല്ലെങ്കിൽ ലീവ് ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് എങ്കിലും അത് ദൂരസ്ഥലങ്ങളിലുള്ളവരൊക്കെ അതിന്റെ തലേ ദിവസവും പിറ്റേ ദിവസവും ഒക്കെ ലീവ് എടുത്ത് വന്ന് വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ സാധാരണ ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ പോളിംഗ് ശതമാനം കൂടുന്നതും അതിന്റെ ഗുണം എല്ലാ മുന്നണികളും അവകാശപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥി കൂടുതൽ പരിചയസമ്പന്നനും ജനങ്ങളുമായും സ്ഥാനാർത്ഥിയും ജനങ്ങളും ഒക്കെ കൂടുതൽ അടുപ്പമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് ശതമാനം കൂടുന്നതും. അപ്പോൾ അത് ഒരു 1500 വോട്ടർമാരുള്ള ഒരു വാർഡാണെങ്കിൽ ഏകദേശം ഒട്ടുമിക്ക ആൾക്കാരും വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. കാരണം അതിൽ വോട്ട് ലിസ്റ്റ് പ്രഖ്യാപിച്ചതിനു ശേഷം മരണമടഞ്ഞവരോ വിദേശത്തുള്ളവരോ ഇതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മിക്ക ആൾക്കാരും വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നത്. അത് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ പോളിംഗ് കൂടിയിരിക്കുന്നത് കൂടുതലും UDF സ്വാധീന മേഖലയിലാണ്. വയനാട്, എറണാകുളം അത്തരം ജില്ലകളിലൊക്കെ കൂടുതൽ പോളിംഗ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് UDF അനുകൂല മേഖലകളാണ്. അതുകൊണ്ട് തന്നെയാണ് UDFും ഈ പോളിംഗിന് അനുകൂലമായിരിക്കും എന്ന ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. തീർച്ചയായും ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ BJPയും ഒക്കെ ഈ പോളിംഗ് കൂടിയതിന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർക്കൊരു വിശ്വാസവും കണക്കുകൂട്ടലും ഒക്കെ ഉണ്ടാവുമല്ലോ. അവസാന ട്രാക്കിൽ അതിലെ എല്ലാവരെയും വോട്ട് ചെയ്യാൻ എത്തിച്ച് ആരാണോ വോട്ട് ചെയ്യാത്തത്, ഏത് വീട്ടിലാണോ വോട്ടിൽ ചെയ്യാൻ വരാത്തത് അവരൊക്കെ സംഘടിപ്പിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വോട്ടാണെങ്കിൽ ആ പാർട്ടികൾ തന്നെ അതിന് മുന്നിട്ടിറങ്ങി അവരെ എവിടെ എത്തിച്ച് വോട്ട് ചെയ്യിക്കുന്ന ഒക്കെ ഒരു സംവിധാനമാണ് നമ്മൾ അവസാന മണിക്കൂറിലൊക്കെ കാണാറുള്ളത്. അതൊക്കെ വിജയിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ഈ പോളിംഗ് ഒരു 70ന്റെ മുകളിലേക്ക് എത്തുക. അപ്പോൾ 70ന്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഒരു നല്ല വിജയം തന്നെയാണ് തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ പോളിംഗിനെ നമുക്കും നമ്മുടെ പാർട്ടിക്ക് കൂടുതൽ വിജയ സാധ്യത എന്ന് എല്ലാവരും അവകാശവാദം ഉന്നയിക്കുന്നത്. ഏതായാലും പോളിംഗ് ശതമാനം കൂടണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ വിജയമാണ്. എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.
പക്ഷെ ഇവിടെ ഇപ്പോൾ അത് സൂചിപ്പിക്കുന്നത് അത് കൂടുതൽ ഗുണം ആർക്ക് എന്നതാണ്. എല്ലാ മുന്നണികളും അതിന്റെ ഗുണങ്ങൾ അവകാശപ്പെടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിപ്പോ എല്ലാവരും അതിന്റെ പോളിംഗ് കൂടിയതിന്റെ ഗുണങ്ങളെ കുറിച്ച് എല്ലാ മുന്നണികളും എല്ലാ നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. അത് നമ്മുടെ പാർട്ടിക്ക് ഗുണം ചെയ്യും, നമ്മുടെ പാർട്ടിക്ക് ഗുണം ചെയ്യും എന്ന് എല്ലാവരും അവകാശവാദം ഭരിക്കുന്നവരും പ്രതിപക്ഷവും മറ്റുള്ളവരും ഒക്കെ അതിന്റെ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. നമുക്കാണ് അതിന്റെ കൂടുതൽ ഗുണം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏതായാലും UDF മേഖലയിലും കൂടുതൽ പോളിംഗ് നടന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിന്റെ ഗുണം അവരും അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും ഇനി ഉള്ള 24 മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് ഇതിന്റെ ഫലമറിയുവാൻ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയുള്ള മണിക്കൂറുകൾ നമുക്ക് കാത്തിരിപ്പിന്റേതാണ്. അപ്പൊ കൂടുതൽ പോളിംഗിന്റെ ഗുണം ആർക്ക് ലഭിച്ചു എന്നുള്ളത് നമുക്ക് അറിയാനുള്ള ഇനി ഉള്ളത് മണിക്കൂറുകൾ മാത്രമാണ്. അപ്പോൾ ഈ അവകാശവാദങ്ങൾക്കപ്പുറം നമ്മൾ ഈ മണിക്കൂറുകൾ കാത്തിരിക്കുക എന്നത് തന്നെയാണ് ഇതിന്റെ ഒരു ശരിയായ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ കാത്തിരിക്കുക. അപ്പോഴായിരിക്കും ഈ പോളിംഗ് ആർക്ക് ഗുണം ചെയ്തു എന്നത് നമുക്ക് കിട്ടുന്ന ഉത്തരം. എവിടെയായിരിക്കും അതിന്റെ ശരിയായ വശം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം എല്ലാവരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എല്ലാവരും അതിന്റെ പോളിംഗിന്റെ കൂടുതൽ ഫലം ഞങ്ങളുടേതാണ് എന്ന അവകാശവാദം എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും എല്ലാ നേതാക്കന്മാരും ഒക്കെ ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ്. ആ മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം ആർക്ക് ലഭിച്ചു എന്നത് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. അത് തന്നെയാണ് ഈ പോളിംഗിന്റെ ഗുണത്തെ പോളിംഗ് കൂടിയതിന്റെ ഗുണം ആർക്ക് ലഭിച്ചു എന്ന വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനിയുള്ള 24 മണിക്കൂർ നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ എന്തായാലും ആർക്കാണ് ഇതിന്റെ ഗുണം ലഭിച്ചത് എന്ന് ശരിയായ അവകാശവാദം നമുക്ക് അറിയാനും സാധിക്കും. അതുവരെയുള്ള ഈ മുന്നണികളുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ഒക്കെ അവകാശവാദങ്ങൾ അതുവരെ നിലനിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ ഏതായാലും നമുക്ക് അറിയുവാനും സാധിക്കും. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ അതെന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.